ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജസ് ഇല്ലാണ്ട് ഈ വേൾഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. സോ നമ്മുടെ ഇന്നത്തെ ഇവരുടെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുക എന്നതാണ്. രണ്ടാമത്തെ ഗോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. മൂന്നാമത്തെ ഗോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടുന്ന എല്ലാ ആൾക്കാരുടെയും പേര് ഒരു വലിയ വോൾ ഓഫ് ലീവ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെക്കാൻ പോവാണ്. കുക്കിയോട് കൊണ്ടുവന്നൊരു സാധനമാണ്. സോ നമ്മളത് ഈ വേൾഡിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫ് ക്യാമിൽ ഇരുന്നിട്ട് നമ്മുടെ മൈനിങ്ങിൻ്റെ ബെഡ് റോക്ക് വരെ എത്തിക്കുമെന്ന്. പക്ഷേ ബെഡ് റോക്ക് വരെ എത്തിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞാനൊരു സാധനം കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല ഗൈസ്, ഒരു അടിപൊളി മൈൻ ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ 3-4 സ്പോണർ ഉണ്ടാകും. നമുക്കൊരു മെഗാ XP ഫാം പണിയാൻ പറ്റും. സോ നമുക്ക് ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഗോളിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ലാൻഡൻ ഉണ്ട് കയ്യിൽ, അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. ഓക്കെ, ഇത് ഇവിടെ വെച്ചേക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിൻഡിമില്ലിനെ വേണമെങ്കിൽ ഞാൻ ഓഫ് ക്യാമിൽ തീർക്കാമെന്ന്. അത് ഏകദേശം തീർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ചായ എങ്ങ് മാറ്റി. ഞാൻ അതിൻ്റെ റീപ്ലൈ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മൊത്തത്തിൽ ഞാൻ എൻ്റെ ചായ മാറ്റി ഇങ്ങനെയൊക്കെ ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ വാറണിയാണ്. വാറണിക്ക് ഒരു താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നമ്മുടെ മെയിൻ ഗോൾസിലേക്ക് കിടക്കാം. പിന്നെ ഞാനിവിടെ ഒരു ഫെൻസ് വെച്ച് കുറച്ചിങ്ങനെ ഒരു രസമുണ്ടല്ലോ കാണാനായിട്ട്, അത് ചെയ്ത് പിന്നെ നമ്മുടെ സ്റ്റോറേജ് ഏരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറേജ് ഏരിയയുടെ അങ്ങോട്ടുള്ള പാത്വേയും കാര്യങ്ങളും സെറ്റാക്കി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എൻട്രൻസും സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബേസിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം, നമ്മൾ അതുപോലെയൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സൈഡ് ഫുള്ള് സ്റ്റോറേജ് റൂമും ഈ ഒരു സൈഡ് ഫുള്ള് വില്ലേജ് ട്രേഡിംഗ് ഹാളും ആയിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആക്കേണ്ടതുണ്ട്. അങ്ങോട്ടേക്ക് ട്രേഡിംഗ് ഹാൾ കുറച്ചും കൂടി പോകും, കുറച്ചങ്ങോട്ട് പോകും. പക്ഷേ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സ്റ്റോറേജ് റൂം ഇത്രയേ വരുന്നുള്ളൂ, അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫ് ക്യാമറ ചെയ്ത മെയിൻ പരിപാടികൾ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ട്രഷർ ഹണ്ടിലേക്ക് പോകാം. ഓക്കെ, ട്രഷർ മാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നേരെ അതെടുക്കാൻ വേണ്ടി പോയേക്കാം. ഓക്കെ, നമ്മൾ ബോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ദൂരെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്ഥലം കണ്ടിട്ട് നമുക്ക് ഏതായാലും തുഴഞ്ഞൊഴിഞ്ഞ് പോയിട്ട് കുറച്ചങ്ങ് എത്തിയിട്ട് ഒന്നുകൂടി നോക്കാം. ഞാൻ റെൻഡർ കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാണാത്ത കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. മാപ്പ് എടുത്ത് അവിടെ വെച്ചേക്കാം. എന്നാലും തുഴയുമ്പോൾ കാണാൻ പറ്റില്ലല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഇനിയും റെൻഡർ കൂട്ടിയ PC കത്തും. എന്താണ് സ്ട്രക്ചർ കാണുന്നത്? വില്ലേജ്. വില്ലേജ് കിട്ടി. അതേപോലെ വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് കിട്ടിയത് മറ്റേ സ്പ്രൂസ് ബയോമിലെ വില്ലേജേഴ്സാണ്. അവരെ ട്രേഡിങ്ങിൻ്റെ ഉൾപ്പെട്ട് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അവന്മാരുടെ അടുത്തേക്ക് പെട്ടെന്ന് പോവാം. ഒക്കെ നമ്മൾ വില്ലേജ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹെയ്വേലില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഒരു കുഞ്ഞു വില്ലേജർ, ഫസ്റ്റ് കാണി കുട്ടി വില്ലേജറാണ്. പച്ച മനുഷ്യൻ കൈസായി ആക്കോ. ഇവരുടെ പിരികൊക്കെ പൊങ്ങി നോക്ക്, ഷർട്ട് നൈസാണ്. ഇവിടെ അയങ്കോളൊന്നും കാണുന്നില്ല. ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ? കിഴിയുണ്ട്. ഒരു കുഞ്ഞ് ഷൾക്കർ ബോക്സ് ആണത്. അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് പൊട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ അതിനകത്ത് പെറുക്കിയിടാം. ഇനി ഈ വീട്ടിൽ കയറി നോക്കാം. ഈ വീട്ടിൽ കോഴിയുണ്ടോ? ഇല്ല. ഈ വീട്ടിൽ കോഴിയുണ്ടോ? അതിനകത്തും ഇല്ലേ? എന്തോന്നും വില്ലേജറാ ഇത്? പാപ്പര വില്ലേജ്, പാവപ്പെട്ട വില്ലേജ് ആണെന്ന് തോന്നുന്നു. അളിയാ ഷിപ്രക്ക്. ഓക്കെ, നമുക്ക് ഇതൊന്ന് നോക്കി വെക്കാം. ഡോർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ചാടിനുള്ള ഡോർ പ്ലേസ് ചെയ്യാം. പോ. ഓക്കെ, എവിടെ ചെസ്റ്റ് എവിടെ? ഇവിടെ ഇല്ലേ? അപ്പതായിരിക്കും ഗേസ്. ഇതിൻ്റെ അവിടെയായിട്ടാണ് ചെസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ചെസ്റ്റ് കിട്ടി, സമാധാനം. അധികം തപ്പേണ്ടി വന്നില്ല. എന്തൊക്കെയുണ്ട്? പിന്നെ പറയുക ട്രഷർ മാപ്പാ. സെയിം മാപ്പായിരിക്കും. ഇനി കുറച്ച് ആർമർ ട്രിം ഉണ്ട്, അവർ യൂസ്ഫുൾ ആയിരിക്കും. പേപ്പറും ഉണ്ട്, അത് യൂസ്ഫുൾ ആയിരിക്കും. ഫെദർ നമുക്ക് വേണ്ട, എന്നിട്ടിരിക്കട്ടെ. ഇനി ഒരെണ്ണം കൂടി അവിടെ ഉണ്ട്. അത് കണ്ട, ബൗളൊന്ന് ഫുള്ളാവട്ടെ. ഓക്കെ, ഇനി നമുക്ക് അതും കൂടി തുറന്ന് നോക്കാം. ഡയമണ്ട് വല്ലതും കിട്ടുമോ? ഇല്ല. ക്യാരറ്റ് കിട്ടി. അത് നൈസ്. മോസ് ബ്ലോക്കും കിട്ടി. നമുക്കത് വെച്ചിട്ട് നമുക്ക് സ്ഥലമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. സസ്പീഷ്യസ് സൂപ്പ് അതൊന്നും വേണം. ഒരു പേപ്പറുണ്ട്, അത് ഇരിക്കട്ടെ. വില്ലേജിൻ്റെ ഒക്കെ നോട്ടം കാണുമ്പോൾ പേടിയാവുന്നു. ഹലോ ഗായ്സ്, നമസ്കാരമുണ്ട്. ഞാൻ അപ്പുറത്തേക്കുള്ളൊരു അയൽവാസിയാണ്. ഇവന്മാരുടെ ബെല്ലടിച്ചേക്കല്ലേ ഇപ്പോൾ വീട്ടിൽ കയറുന്നതാണവേ. എന്തൊരു ആനന്ദം. ക്രിയേറ്റീവ് വരുന്ന എല്ലാം തീയതി വെച്ച് പൊട്ടിക്കായിരുന്നു. ബെല്ലടിച്ച് ഇവന്മാർ വീട്ടിൽ കയറിയിട്ട് കിടന്ന് ഉറങ്ങുമല്ലേ. ഗെയ്സ്, ഞാനിപ്പോൾ ഒരു ഡാർക്ക് ഓക്കിൻ്റെ ഒരു വലിയൊരു ബയോം കണ്ട്. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രഷർ മാപ്പ് ഹണ്ട് ചെയ്യാൻ വന്ന ഞാനാണ് ഈ ഓരോന്നോരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമുക്കതിൽ ഇത് കുറച്ച് മുറിച്ചെടുത്തുകൊണ്ട് പോകാം. ബിൽഡിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഡാർക്ക് ഓക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ടൈപ്പാണ്. ഡാർക്ക് ഓക്കും സ്പ്രൂസും എന്താ രസം. അപ്പോൾ ഞാനതെടുത്ത് പെട്ടെന്നൊന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം.
ഓക്കെ, നമ്മുടെ മൈനിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മാപ്പ് എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ എവിടെയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് അധികം ദൂരെയല്ല, വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ കുഴിച്ച് നോക്കാം. ഇനി നോക്കിക്കൊണ്ടിരുന്ന ടൈം വെള്ളത്തിൻ്റെ അടിയിലാണ്. എന്ന പാടാണ്. ആ ഡോറുണ്ട്, അതുകൊണ്ട് സീനില്ല. നമുക്കൊന്ന് കുഴിച്ച് നോക്കാം. കിട്ടിയാൽ നമുക്ക് അധികം ലൂട്ട്. ഗൈസ് കിട്ടി. അധികമായിട്ടൊന്നും വേണ്ട. ഒരു എലൈട്രയും ഫുൾ നെതറൈറ്റിൻ്റെ ആർമറും. അത് തുറന്ന് നോക്കാം. ഹേർട്ട് ഓഫ് ദ സീ കിട്ടി ഗൈസ്. നൈസ്. നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യണം. വാട്ടറിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഡയമണ്ട് കിട്ടി. ഡയമണ്ട് ഇൻവെൻറ്ററിലേക്ക് വെക്കുമ്പോൾ അച്ചീവ്മെൻറ്റും കിട്ടി. ഫസ്റ്റ് ഡയമണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഒരു ഡയമണ്ട് കൊണ്ടുവരാൻ നമുക്ക് എൻജോയ്മെൻറ്റ് ടേബിൾ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കായിരുന്നു. കുറച്ച് ഗോൾഡും കിട്ടിയിട്ടുണ്ട്. നെതറിലൊക്കെ പോകുമ്പോൾ യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് തിരിച്ച് ബേസിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഗൈസ്, ഞാൻ അവിടെ എന്തോ ഒരു സാധനം കണ്ടു. അത് കണ്ട ഷിപ്പ്രൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നത്. അപ്പം ഇത് 3ാമത്തെ ട്രഷറാണ് ഇന്നത്തെ ദിവസത്തെ. നമുക്ക് ഏതായാലും അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, വലിയ കഷ്ടപ്പെടാണ്ട് തന്നെ കിട്ടി. ഇതിനകത്തും കൂടി ഒരു ഡയമണ്ട് കിട്ടിയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഗൈസ്, ഡയമണ്ട് കിട്ടി. ലാപ്പിസിക്കല് ഡയമണ്ടും കിട്ടി. എൻ്റെ പൊന്നെ, ഇനി നമുക്കൊന്നും വേണ്ട. 2 എമറാൾഡും ഉണ്ട്. മൊത്തം 6 എമറാൾഡായി നമ്മുടെ കയ്യിൽ ഇപ്പം. ഓക്കെ, എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഒരു വളരെ നല്ല ദിവസമാണ്. ഇനി ഞാൻ ഈ കടലിലേക്ക് തന്നെ ഇറങ്ങിയല്ലോ എന്ന് ആലോചിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. ഇതുപോലെ എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു. അപ്പോൾ ഞാനതിന് ബേസിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ശരിക്കും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രീഡറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ താൽക്കാലികമായി ഇതിലെവിടെ വെക്കുന്നത്, നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മുടെ മെഗാ എന്നായിരുന്നു സ്റ്റോറേജ് റൂം സെറ്റാക്കിയതിന് ശേഷം നമ്മളെല്ലാം അവിടെ വെക്കുന്നതായിരിക്കും. ഒരു സീക്രട്ട് സ്ഥലം കൂടി ഉണ്ടാക്കണം കടലിൻ്റെ അടിയിൽ. അതിന് നമ്മുടെ ഹേർട്ട് ഓഫ് ദിസ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ വെറിട്രഷൻ മാപ്പ് ഇപ്പോൾ 2 ഉണ്ട്. നമ്മൾ നോക്കിയത് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുപിടിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൊള്ളക്കാരൻ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യാനാണ്, ഭയങ്കര ലക്കിയായിപ്പോയി. ഇത് കുറച്ച് ദൂരെയാണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കതായാലും നമ്മുടെ ബ്രീഡറിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഓക്കെ, അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ചുറ്റും ചെറിയൊരു ഫാം ലാൻഡ് സെറ്റാക്കിയിട്ട് അതിന് ചുറ്റും സ്റ്റോൺ വെച്ച് കെട്ടിയിട്ട് വില്ലേജറിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരണം. ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഒരു ഫാം ലാൻഡ് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, രാത്രി കിടന്നോ. ക്രീപ്പർ ഭാഗ്യ ചത്ത്. എനിക്കറിയാം ചാവൂന്ന് എനിക്കറിയാം. ഉറങ്ങിയിട്ട് പോവാൻ കഴിച്ചു. ഇനി ഇനി ഒന്നുകൂടി ചാവാൻ വയ്യ. എൻ്റെ XP എല്ലാം പോയി. 19 XP ഉണ്ടായിരുന്നായിരുന്നു. ഒരു 10 XP കൂടി കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് 30 എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യായിരുന്നു. എൻ്റെ സാധനങ്ങളെല്ലാം പോച്ച്. ഈ ക്രീപ്പറിനെ ആരുടെ ഈ ഗെയിമിൽ കൊണ്ടുവന്നത്? ഈ പരട്ട ക്രീപ്പർ കാരണം എന്ന് ബുദ്ധിമുട്ടാണ്. ഇന്ന് എനിക്ക് തോന്നി ഇത്രയും 3-4 ട്രഷർ അടുപ്പിച്ച് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ബാഡ് സംഭവിച്ചു. എനിക്കറിയാം. ഓക്കെ, എന്നാലും നമുക്ക് നമ്മുടെ ബ്രീഡറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഹോളൊക്കെ പിന്നെ അടക്കാം. മൊത്തം ഹോളായി കേസ്. ക്രീപ്പർ എവിടെ നിന്നൊക്കെ വരുന്നൊരു പിടുത്തമില്ല കേസ്. പെട്ടെന്ന് സ്പോൺ ആവുകയാണ് അവിടെ. എന്തൊക്കെ വള്ളികളാണെന്ന് നോക്കണേ, ഭ്രാന്ത് പിടിക്കാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് തന്നെ എൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പം നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക്. പിന്നെ പൊട്ടി. എന്താ ഇത് ശരിയല്ല. ഇത് ബെഡ്റോക്ക് ആണ്, ജാവയാണ്. ബെഡ്റോക്ക് ആണെങ്കിൽ ഞാൻ പിന്നെ സമ്മതിച്ചേനെ. അത് ഫുള്ള് ബഗ്രോക്ക് എഡിഷനാണ്. ജാവയിലൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്. റോട്ട ഫ്രഷ് വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാണ്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ ബ്രീഡറിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മളിവിടെ നമ്മുടെ സാധനങ്ങൾ പ്ലാൻ ചെയ്തെടുക്കുന്നതിന് ചുറ്റും കല്ല് വെക്കണം. ആടി വരണല്ലേടാ നീ. എന്തൊരാട്ടം ഇത്. ലാമക്കുട്ടൻ. എല്ലാ എപ്പിസോഡും നമ്മുടെ ട്രേഡറിനെ കൊല്ലണമെന്നുള്ളത് ഒരു ശുഭകാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നും വില്ലേജേഴ്സൊക്കെ നല്ലപോലെ വരുമായിരിക്കും. നമ്മുടെ ബിൽഡൊക്കെ അടിപൊളിയാവുമായിരിക്കും. ഈ ട്രേഡൊക്കെ ട്രേഡ്, ആ വെള്ളക്കുപ്പിൻ്റെ ട്രേഡ് പിന്നെയും നല്ലതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലെതർ ലീഷ് ഞാൻ എടുക്കുകയാണേ. വില്ലേജറെ കൊണ്ടാൽ എളുപ്പമുണ്ട്. ഒരടി അട്ടി. ഓക്കെ. പിന്നെ അവരെന്നെ തുപ്പണ്. നീഞ്ചാവും. ഓക്കെ. ബ്രോ ഇതിൽ കൂടെ കരഞ്ഞ് നടക്കുക കേട്ടാ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ വില്ലേജറുടെ കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. നീ ശരിയാവില്ല. നീ പോ. ഓക്കെ, നമുക്ക് ഏതായാലും വില്ലേജറെ പിടിച്ചോണ്ട് വരാം. അതിന് മുമ്പ് ഇതിന് ചുറ്റും നമുക്ക് കല്ല് കൊണ്ടൊരു കെട്ട് കെട്ടണം. എന്നിട്ട് നമുക്ക് വില്ലേജറെ പിടിച്ചോണ്ട് വരാം. ഓക്കെ, അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പണി വില്ലേജേഴ്സിനെ പിടിച്ചോണ്ട് വരിക. ലീഷ് വെച്ച് വലിച്ചുകൊണ്ട് വരാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാനേതായാലും വില്ലേജിൽ പോയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം.
ഇതിന് മുമ്പ് ഇവരുടെ ഫാമിലായാലും ക്യാരറ്റോ പൊട്ടറ്റോ ഫുള്ള് നട്ട് വെക്കണം. നമ്മളെല്ലാം കിട്ടിയ കുറച്ച് ക്യാരറ്റും കുറച്ച് പൊട്ടറ്റോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഏൽക്കി നിന്നിട്ട് ഈ സാധനം ഒന്ന് പെട്ടെന്നൊന്ന് വളർത്തി നട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വില്ലേജസിനെ പിടിച്ചുകൊണ്ട് വരാം ഗൈസ്. വീഗാലാൻഡിന് ടൂർ കൊണ്ട വണ്ടിയാണ്. ആർക്ക് വേണമെങ്കിലും ഒന്ന് കയറാം. നിങ്ങൾ കയറണം വീഗാലാൻഡിന് ടൂറ്. നീ ബ്രോയും കൂടി കയറിക്കോ. വീഗാലാൻഡ് ഫ്രീ ആണ് 5 പൈസ തരണ്ട. ഓക്കെ, അവനും കയറി. ഇനി രാത്രി നമുക്കൊന്നിട്ട് കിടന്നുറങ്ങായിരുന്നു. ലീസ്റ്റ് അടിച്ച് നമുക്ക് വലിച്ചുകൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഓടി വരണില്ലേ? വരുന്നുണ്ട്. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി ഇവിടുന്ന് നരനെപ്പോലെ നീന്തി പോകണം. ഓക്കെ, അതും കുഴപ്പമില്ല. രാത്രി നമുക്ക് എന്തായാലും കിടന്നുറങ്ങിയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലീഷ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ എൻ്റെ ബോട്ടിൽ കയറി. ഇപ്പം 3 പേരുണ്ട്. അതേതെല്ലാം വളരെ നന്നായി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇവന്മാരെ വലിച്ചുകൊണ്ട് അങ്ങ് പോയേക്കാം. വീഗാലാൻഡിന് ടൂർ പോകാന്ന് പറഞ്ഞിട്ടാണ് ഈ മണ്ടന്മാരെ കൊണ്ട് വരണത്. എന്താണോ എന്നെ കണ്ടപാട് ഇവന്മാർ തീർക്കണ്ടേ? അവന്മാരെ ദേഷ്യം തീർക്കണ്ടേ? ഒരാളെ കാണുമ്പോൾ അത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ താടി നോക്കിയിട്ട് അവന്മാർക്ക് വെക്കാൻ തോന്നി. മോശം. അതായത് നമുക്ക് ഇവന്മാർ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളപ്പോൾ കരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി മേളിൽ വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് താഴേക്ക് ഒഴിച്ച് വിടാം. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇവന്മാർ മേലോട്ട് കയറുമല്ലോ. ഇവിടെ നിന്ന് തന്നെ ഒഴിച്ചേക്കാം. റിസ്ക് ഒന്നും എടുക്കണ്ട. നമ്മൾ ഒഴുകി പോവും, കുഴപ്പമില്ല. അവന്മാർ ഒഴുകി കയറി വരും. എവിടെ? അവന്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വാട്ടർ ബക്കറ്റ് ഒഴിക്കേണ്ട കാര്യമില്ലല്ലേ? നമുക്കിതിൻ്റെ മേലെ കൂടെ ചാടി പോയാൽ ലീഷ് പൊട്ടൂല. ഗായ്സ്, ഇതെനിക്കറിയില്ലായിരുന്നു. ബെഡ് റോക്കിലാണെങ്കിൽ ഒരു കട്ട കയറി അന്നേരം തന്നെ പൊട്ടും. ബഗ് റോക്ക് കളിച്ച് മടുത്ത് ഗൈസ്. പക്ഷേ ബഗ് റോക്കിൻ്റെ സീരീസ് നമ്മളിടും. അതുകൊണ്ട് നിങ്ങൾ ബഗ് റോക്കിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പറക്കുമായിരുന്നു അവൻ. ഓക്കെ, നമ്മൾ ഇവന്മാരിവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്ലോക്ക് കൂടി ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവന്മാരകത്ത് കയറ്റിയിട്ട് അടച്ച് വെച്ചേക്കാം. ഓക്കെ, അവന്മാരകത്ത് കയറ്റി അടച്ചും വെച്ചിട്ടുണ്ട്. ഒരു കമ്പോസ്റ്ററും വെച്ച് കൊടുത്ത് ഒരെണ്ണം കൂടി വെക്കണം എന്ന് തോന്നുന്നു. മറ്റവനും കൂടി ജോബിന് വേണ്ടിയിട്ട് അതും കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് വെക്കണം. ഒരു ക്യാരറ്റ് ഉണ്ട്, അതും കൂടി നട്ട് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇവിടെ മൊത്തം ഫുഡ് നട്ടെങ്കിൽ മാത്രമേ ഇവന്മാർ ബ്രീഡ് ചെയ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വില്ലേജേഴ്സ് പാടാണ് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതത്ര പാടില്ലല്ലോ. നമുക്കിത് കുറച്ച് സീഡൊക്കെ ഇട്ട് നോക്കാം, പണിയെടുക്കുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. മറ്റേ വില്ലേജറിനെ ഞാൻ എങ്ങനെയൊക്കെയോ അകത്ത് കയറ്റി. അതിനിടയ്ക്ക് നമ്മുടെ ട്രേഡർ എണ്ണനും അകത്ത് കയറിയിട്ടുണ്ട്. എല്ലാം ഇട്ട് നോക്കാം. എല്ലാവരും എടുക്കുന്നുണ്ട് വന്നിട്ട്. പക്ഷേ ബ്രീഡാവുന്നൊന്നും കാണുന്നില്ല. ഇവന്മാരെ ഒന്ന് ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് അതും എടുത്തു. ഇവിടെ ഫുള്ള് ക്രോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇവർ ബ്രീഡാവാത്തത്? വലിയ പിടുത്തമില്ല കേസ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. കുറച്ചും കൂടി ബെഡ് ഉണ്ടാക്കി നോക്കാം. ഇപ്പം നമ്മൾ മൊത്തം 3 ബെഡാണ് വെച്ചിട്ടുള്ളത്. 2 ബെഡും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. ഇവിടെ ഓക്കെ, ഒരുത്തനവിടെ അവന് ജോബ് കൊടുക്കാൻ വർക്ക് സ്റ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്കതിൽ ഇവിടെ 2 ബെഡും കൂടി ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ഞാൻ ഈ പരിപാടി ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. റൈഡറിനെ കൊന്നു കേസ്. ഇപ്പം സമാധാനമായി. ഇവിടെയൊക്കെ പോയി കിടക്കുകയാണ്. ഇതൊക്കെ സെറ്റ്. കേസ് പാർട്ടികൾ വന്ന് മാറി നിൽക്കാം. ഓക്കെ ഇറ്റ്സ് ഹാപ്പനിങ്. പോയാ എന്താ പറ്റിയത്? എടാ, എല്ലാം ഓക്കെ ആയിട്ട് പോയി. ഇനി ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? കുറച്ചും കൂടി ബ്രെഡ് ഇട്ട് നോക്കാം. ഒന്നും കൂടി. പിന്നെ നമുക്ക് തിരിഞ്ഞേക്കാം. ഞാൻ ക്യാരറ്റാണ് വന്നാൽ ക്യാരറ്റ് ഇങ്ങനെ നടന്ന ആള്. കണ്ട പാർട്ടിക്കിൾ വരുന്നുണ്ട്. കണ്ട? ആയോ ഇല്ല. ഒക്കെ തിരിഞ്ഞേക്കാം. താണ്ട അവൻ എന്നെ നോക്കണ്. ഇല്ല ബ്രോ, ഞാൻ വെറുതെ ഇവിടെ പോയപ്പോൾ നോക്കിയതാണ്. അല്ലാണ്ട് വേറൊന്നും ഇല്ല. അതിൽ ദുരുദ്ദേശമൊന്നും ഇല്ല. നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തുനിന്ന് ഇട്ട് നോക്കാം. ഇനി ഞാൻ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല. ആണ്ടേ പിന്നെ പോയി അവർ വീണ്ടും ഒന്നിക്കുന്നു. കുറച്ച് മാറി നിൽക്കാം. ചേടാ, ഈ 3 പേരുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. ഒരുത്തനെ ഞാൻ കൊല്ലാൻ പോവാണ്. അവൻ ഇതൊക്കെ നശിപ്പിക്കുന്നു. ഇവരെ കമ്പോസ്റ്റിൽ പോയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബ്രെഡ് ഇട്ട് നോക്കാം. ബ്രെഡൊക്കെ എടുക്കുന്നുണ്ട് ഗീസ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വളരെ മാന്യമായാണ് പെരുമാറുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. ഒന്ന് പാർട്ടിക്ക് ഒറ്റൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു. ഇതിപ്പോൾ ഒന്നും ആവുന്നില്ലല്ലോ. ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ.
കുറച്ച് നേരമായി കഴിച്ചാൽ ഇതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട്, പക്ഷേ എന്നിട്ടും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ചുറ്റും ക്രോപ്സ് ഇല്ലാത്തതെന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ള് ക്രോപ്സ് നട്ടുപിടിപ്പിച്ച് ഇവർക്ക് പിന്നെ എൻ്റെ ഫുൾ ബ്രെഡ് എറിഞ്ഞു കൊടുത്ത് ഇപ്പോൾ രണ്ടാമത് പിന്നെ ഹാർവസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. അവൻ്റെ കണ്ണ് പോണത് കണ്ട, എന്നെ കളിയാക്കണമെന്നാണ് തോന്നുന്നു. എന്തൊക്കെയൊക്കെയോ ചെയ്ത് കേസ് ഞാൻ, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. ട്യൂട്ടോറിയൽ വല്ലതും നോക്കണം ഇനി ഓഫ് ക്യാമറ ശരിയാക്കലേ നടക്കുകയുള്ളൂ കേസ്. ഈ സംസാരിച്ചുകൊണ്ട് ശരിയാക്കുമ്പോഴാണ് എല്ലാം കുളമായി പോണത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പാക്കി, അതായത് കുട്ടികളിവിടെ ഉണ്ടാവും, എന്നിട്ട് നേരെ താഴേക്ക് ഇങ്ങനെ അങ്ങ് വീടും, നമുക്ക് അപ്പുറത്തുനിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതൊന്നുകൂടി ഒന്ന് ഓക്കെ ആക്കാനുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് കയറി വരാൻ വേണ്ടിയാണ് പടിയാക്കിയത്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് സെറ്റപ്പ് ആക്കണം. നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. ഒരു ബെഡും കൂടി വെച്ച് നോക്കാം. ഇതും കൂടി ഇവിടെ വെച്ച് നോക്കി, ഇനി വല്ലതും ആവുമോ? എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ചും കൂടി ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്, നോക്കാം. ഓക്കെ, പാർട്ടികൾ വരുന്നുണ്ട്. ഒന്നുകൂടി സൂമാക്കി നോക്കട്ടെ. യെസ്, പാർട്ടികൾ വന്നാ? ഇല്ല, ഈ ലാസ്റ്റ് ടൈമിലാണ് ഇത് പോകുന്നത്. ഇവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഇവർക്കിനി കഴിവില്ലാത്തതാണോ അവന്? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവന്മാരെന്നെ കളിയാക്കണമെന്നാണ് അവന് സംശയമുണ്ട്. എൻ്റെ മീശ കണ്ടിട്ട് ഇവന്മാർക്ക് പേടിയാവുന്നില്ലെന്ന് തോന്നുന്നു. മീശ കുറച്ചിട്ട് കറുപ്പിക്കണം. പിന്നെ ആയാ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. യു ക്യാൻ ഡു ദിസ്. എവിടെ? ഇല്ല കേസ്, അവർക്ക് അതിനുള്ള കഴിവില്ല. അവർ തലയാട്ടി ഇല്ല. നടക്കൂല. ഇവന്മാരൊന്നും ശരിയല്ല, വില്ലേജസ് ഒന്നും ശരിയല്ല. പിന്നെ പാർട്ടികൾ വരും പോവും, പിന്നെയും പാർട്ടികൾ വരുന്നുണ്ട്. ഇവന്മാർ തലയാട്ടുമ്പോൾ പിന്നെയും പോവും. കണ്ട, ഇത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേസ്. ഞാൻ ഏതായാലും അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. അതൊക്കെ നോക്കിയിട്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇനിയാക്കാം. വല്ല സോംബിയും വന്നവർ അടിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. മൊത്തം വള്ളിയാണല്ലോ കേസ്. എന്തെന്നോ എവിടെ തൊട്ട നീ ഞങ്ങളുടെ ഇപ്പുറത്തെത്തിയത്? ഇവൻ ബെഡിൽ കിടക്കാൻ വേണ്ടി പോയപ്പോൾ ഇപ്പുറത്ത് എത്തിയതാണ്. നീ ഇവനെ തുറന്നു വരട്ടെ, അല്ലെങ്കിൽ ഇനി അടുത്ത വള്ളി അത്. എൻ്റെ പൊന്നെ, വില്ലേജേഴ്സിൻ്റെ വള്ളിത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നീ അങ്ങോട്ട് പോടാ. വെള്ളം ഒഴിക്കണം. ഇനി കുറച്ചും കൂടി ബ്രെഡ് എറിഞ്ഞു തരാം. നീ അങ്ങോട്ട് ദൂരെ താണ്ട പോണ്. തിരിച്ചാ ഇതാണ് മറ്റവന് പോണ്. അതിന് പുറത്തുനിന്ന് വെച്ച് പിള്ളേരാക്കാനാണ്. കുറച്ചും കൂടി ബ്രെഡ് എറിഞ്ഞ് കൊടുത്തു നോക്കാം. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? എന്താണ് നിൻ്റെ ഉദ്ദേശം? ഒരു ബ്രെഡ്, അടുത്ത ആൾക്ക് ബ്രെഡ്, രണ്ടാൾക്കും ബ്രെഡ് കിട്ടി. ഞാൻ തിരിഞ്ഞേക്കാം. ഞാൻ നേരെ നോക്കിയാലും കുറ്റം. എന്താണ് ഇത്? കണ്ട കുട്ടികളായി. യെസ്. എടാ പുറത്ത് വെച്ചപ്പോ ആയി, അകത്തൊന്നായില്ല. ഇത് എന്തൊരു വള്ളി ഇത്? ഇവന്മാരെന്നെ കളിയാക്കണമെന്നാണോ അതോ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതൊക്കെ എന്താണ് ഇത് ബഗ് റോക്കാണോ അതോ ജാവയാണോ? ജാവയിൽ തുടങ്ങി ഇങ്ങനത്തെ ബഗ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, ഇതൊക്കെ എന്ത് തേങ്ങയാണ്? എൻ്റെ പൊന്നെ, ഇനി ഇവന്മാരൊക്കെ ഞാൻ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറ്റും? അത് അടുത്ത വള്ളി. ഓക്കെ, ഞാനത് ബ്രെഡ് എറിഞ്ഞു കൊടുത്തപ്പോൾ അവന്മാർ കയറി വരുന്നുണ്ട്. ഞാൻ കൊച്ചുപുണ്ടനെ കൂടി കയറ്റണം ഗേസ്. കൊച്ചുപുണ്ട എവിടെ പോയി? അവൻ മെല്ലെ അവൻ പുതിയ വഴി കണ്ടുപിടിച്ച് അതിലൂടെ കയറി. നല്ലവനായുണ്ട്. ഇനി ഈ കുട്ടി വളരാതെ അവർ പുതിയ കുട്ടീനെ ഉണ്ടാക്കില്ലെന്ന് തോന്നുന്നു. ഇനി ഈ കുട്ടി വളരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവർക്ക് കഴിവുകേടില്ല. എൻ്റെ എന്തോ പ്രശ്നം, ഈ ഫാമിൽ ഞാൻ എന്തോ ചെയ്ത എന്തോ പ്രശ്നം കൊണ്ടാണ്. എനിക്കൊന്നത് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എനിക്ക് കുഞ്ഞു സ്ഥലത്ത് പറ്റൂലായിരിക്കും. ഞാൻ ഒരു സർക്കിൾ ഷേപ്പിൽ ഒരു ടവർ പോലെ പൊക്കാന്നായിരുന്നു വിചാരിച്ചത്. ഓക്കെ, ഇനി വേണ്ട. ഇനി ഞാൻ ഇത് അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഓഫ് ക്യാമിലിരുന്ന് സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വില്ലേജേഴ്സിനെ കൊണ്ട് ഒരു കൊച്ച് അതുണ്ടായി. അപ്പോൾ നമ്മുടെ പൊട്ട വില്ലേജ് ഫാം, ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും പൊട്ട വില്ലേജ് ബ്രീഡർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ ഗോളായിട്ടുള്ള നമ്മുടെ വോൾ ഓഫ് ലീവ്സിലേക്ക് പോവാം. അതിനാദ്യം നമ്മൾ കുറച്ച് ലീവ്സ് കളക്ട് ചെയ്യണം. ലീവ്സ് നമുക്ക് ഏതെങ്കിലും കുറച്ച് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾ ഓഫ് ലീവ്സ് സെറ്റാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ചുമൽ ഫുള്ള് നമുക്ക് ലീവ്സ് വെക്കണം. അപ്പോൾ ഞാനത് ലീവ്സ് ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലോ സ്ക്വിഡിൻ്റെ ആ ഒരു സാക്കും കൂടി കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല തിളങ്ങുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആക്കായിരുന്നു സൈൻ ബോർഡ്. അപ്പോൾ ഇനി ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്കവിടെ തൂക്കുകയും ചെയ്യണം.
അങ്ങനെ സൈൻ ബോർഡും വെച്ചു. അപ്പോൾ എൻ്റെ എല്ലാ ഇവരുടെ താഴെ കമൻ്റ് ഇടുന്നൊരു മച്ചാനുണ്ട്. അപ്പോൾ അവൻ്റെ പേര് തന്നെ നമുക്ക് ആദ്യം എഴുതിയിട്ട് ഉദ്ഘാടനം ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് ഇട്ടാൽ മാത്രമേ ഇവിടെ പേര് വരത്തുള്ളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അവൻ്റെ പേര് ഇവിടെ എടുത്ത് വെച്ചേക്കാം. റിസാൻ ബ്രോ, കൺഗ്രാറ്റ്സ് ബ്രോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേര് വരണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഗ്ലോ സ്ക്വിഡിനെ കണ്ടുപിടിച്ച് തല്ലിക്കൊന്ന് അതിൻ്റെ സാക്ക് എടുത്തിട്ട് ഇത് കുറച്ചുകൂടി ഒരു ഗ്ലോ സൈനാക്കി മാറ്റണം. അപ്പം ഞാനതിൽ ഉറങ്ങിയിട്ട് രാവിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ഥലത്തിൻ്റെ രാവിലെയാണ് ഈ സ്ഥലം കാണാൻ ഇത്ര ഭംഗി വരുന്നത്. അപ്പോൾ ഗ്ലോ സ്ക്വിഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ രാത്രി ഈ പേരിങ്ങനെ തെളിഞ്ഞിക്കാണ് കത്തും സാധനം. നിങ്ങൾ എത്ര പെട്ടെന്ന് കമൻറ്റ് ഇട്ടോളുക. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ ഇത്ര തന്നെ കണ്ടതിന് വളരെ നന്ദി ഗൈസ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഓക്കെ ഗൈസ്.